തിരിഞ്ഞോടുന്ന ക്ലോക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ക്ലോക്കിൻ്റെ മെഷീൻ്റെ പാർട്സ് നമ്മൾ തുറന്നെടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് സാവധാനം എല്ലാം എടുത്ത് മാറ്റുകയാണ്. നമുക്കിപ്പോൾ ചെയ്യേണ്ട ഒരു സാധനം മാത്രമേ ഉള്ളൂ. അത് തിരിച്ചിട്ടാലേ നമുക്ക് നല്ലത് പോലെ പ്രവർത്തിക്കത്തുള്ളൂ, തിരിഞ്ഞു കറങ്ങിയുള്ളൂ. ഇതാണ് ആ സാധനം. ഇത് നമ്മൾ എടുത്തിട്ട് തിരിച്ച് തന്നെ നമ്മൾ അത് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഇവിടുത്തെ ഈ വശം അപ്പുറത്തോട്ട് വശത്തോട്ടും ചേഞ്ച് ചെയ്താൽ മാത്രം മതി. നമുക്കിനിയും അങ്ങനെ അങ്ങ് നോക്കാം. പതുക്കെ ഊരിയെടുക്കുക, കുഴപ്പമില്ല ഊരാൻ. എല്ലാം വളരെ നിസ്സാരമായിട്ട് ചെയ്യും. പക്ഷേ എനിക്ക് ക്യാമറ ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ ഊരിയെടുക്കുക. എന്നിട്ട് ഇത് തിരിച്ചിട്ടാൽ മതി. ഈ സാധനം ഇത് ഇങ്ങേ സൈഡിൽ അപ്പുറേ സൈഡ് ഇങ്ങേപ്പറയാക്കിയാൽ മതി കോയിൽ. വേറൊന്നും കുഴപ്പമില്ല. ഓക്കെ. ഇത് അങ്ങ് തിരിച്ചിട്ടാൽ മതി. സാവധാനം തിരിച്ചിടുക, കുഴപ്പമൊന്നുമില്ല. ശരിയായിട്ടങ്ങ് ഇട്ടാൽ മതി. കൈ വിറയ്ക്കുന്ന പൂച്ചയൊക്കെ ഒന്നതായിരിക്കാം തോന്നുന്നു. ശരിയാക്കി ഇട്ടിരിക്കുകയാണ്. എല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ അതിൻ്റെ ചക്രമൊക്കെ നല്ല രീതിയിൽ തന്നെ ഫിറ്റ് ചെയ്ത് നമ്മളത് നോക്കാൻ പോവുകയാണ്. കണ്ടു നോക്കൂ, ആർക്കും ചെയ്യാം ഇങ്ങനെ. ഒരു രസം. ക്ലോക്കൊന്ന് തിരിഞ്ഞ് കറങ്ങുന്ന കാണുമ്പോൾ ഒരു രസം, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറൊന്നും ഇല്ല കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കുക. ഉണ്ടെങ്കിൽ പഴയ ക്ലോക്കിൻ്റെ മെഷീൻ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുക. ഒരു തിരിഞ്ഞ് കറക്കുന്ന ഒരു ക്ലോക്ക് ഉണ്ടാക്കാം. ആരും കാണാനൊരു കൗതുകം തോന്നും. എല്ലാം തിരിഞ്ഞ് കറങ്ങുന്നത് തന്നെ എന്താണേലും ഒന്ന് തിരിഞ്ഞ് കറങ്ങുന്നതും തിരിഞ്ഞ് വരുന്നതും എല്ലാം ഒന്ന് കാണാനൊരു കമ്പമുള്ളത് തന്നെയാണ് കേട്ടോ. ഇതിങ്ങനെ സാവധാനം ഫിറ്റ് ചെയ്യുക. നേരത്തെ അത് നോക്കണം, നമ്മൾ അഴിക്കുമ്പോൾ നോക്കണം ഇവിടൊക്കെ സാധനം ഫിറ്റ് ചെയ്യണം എന്ന്. അവസാനം മിച്ചം വരരുത് സാധനം, അത്രയേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് സാവധാനം ഇത് അടയ്ക്കുകയാണ്. എല്ലാ സാധനം ഉണ്ടോ എന്ന് നോക്കണം. ശരി, അടച്ച് ടൈറ്റാക്കി അടച്ചാൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് വീണോളൂ കേട്ടോ. പിന്നെ വേറൊന്നുമില്ല. ഇതിനി അത് നമുക്ക് ചക്രം വെച്ച് നോക്കാം. അതിൻ്റെ സൂചി ഒന്ന് വെച്ച് നോക്കാം. കറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നറിയണ്ടേ. അതിന് ഞാൻ സൂചി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് സൂചി ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഒരു സൂചിയൊക്കെ ഉണ്ടാക്കി ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നോക്കാം ഉണ്ടോ കറങ്ങുമെന്ന് കേട്ടോ. ഇനി ബാറ്ററിയൊക്കെ ഇട്ട് ഒന്ന് പ്രവർത്തിച്ച് നോക്കാം. ഇതിനാണ് ഇത്ര സമയം എടുക്കുന്നത് കണ്ടോ. ആ സൂചിയുടെ ടൈപ്പ് കണ്ടില്ലേ. കൈ പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. അതങ്ങനെ ആയിപ്പോയി. ഇനി സെക്കൻഡ് സൂചിയാണ്. അത് ടൈറ്റാക്കി വെച്ചാൽ മതി. അത് ചെയ്ത് നോക്കുക. ഇനി ബാറ്ററി ഇട്ട് നോക്കട്ടെ. ബാറ്ററി ഇട്ട് നോക്കാം. നോക്കിയിട്ട് കാണാം. ബാറ്ററി ഇട്ടിരിക്കുകയാണ്. നോക്കുക. ബാറ്ററി ഇട്ടിട്ട് ആ കറങ്ങുന്നുണ്ട്. ശരിയാണ്, വളരെ ശരിയാണ്. തിരിഞ്ഞ് തന്നെ കറങ്ങുന്നു. നമ്മൾ ക്ലോക്ക് തല തിരിഞ്ഞ് കറങ്ങുന്നു എന്ന് മാത്രം പറയാം. ഓക്കെ. അവൻ ഇനിയും കുറേ നാൾ തിരിഞ്ഞൊന്ന് കറങ്ങട്ടെ കേട്ടോ. നമുക്ക് കാണാം. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരെണ്ണം പേപ്പർ ചെയ്തിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു ക്ലോക്കിൻ്റെ ഇതുണ്ടാക്കിയിരിക്കുകയാണ്. ആ ക്ലോക്ക് ഉണ്ടാക്കിയ നമ്പർ നമ്മുടെ കലണ്ടറിൽ നിന്ന് വെട്ടിയെടുത്ത് ഉണ്ടാക്കിയിരിക്കുകയാണ്. തിരിച്ചാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത്. ഇനി അതിലോട്ട് എനിക്ക് ഫിറ്റ് ചെയ്യണം. അതിനാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. എല്ലാം നല്ല കറക്റ്റായിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇനി അത് ഒട്ടിച്ചെടുത്താൽ മതി. കുറച്ച് നാളത്തേക്ക് നോക്കട്ടെ അല്ലേ. അങ്ങനെ ഇനി ഇത് ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഇതിനി അത് അഴിച്ചിട്ട് നൂട്ട് അടിച്ചിട്ട് നീഡിലെല്ലാം അടിച്ച് സൂചിയെല്ലാം അടിച്ചിട്ട് മാറ്റിയിട്ട് നമ്മളതിൽ നിന്ന് കട്ട് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ ക്ലോക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് അവൻ തല തിരിഞ്ഞ് കറങ്ങുന്നു. നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുക കേട്ടോ. നിങ്ങളെ കാണിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ചെയ്യുക. താങ്ക്സ്.
വളരെ സന്തോഷം.